ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. എൻ്റെ അമ്മ ഒരാഗ്രഹം പറഞ്ഞു. അമ്മയ്ക്ക് 70 പിന്നിട്ടെന്നും അമ്മയുടെ ബന്ധുക്കളെ, പ്രത്യേകിച്ച് അമ്മാവൻ്റെ മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കാണണമെന്ന്. മാത്രവുമല്ല, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തവരെല്ലാവരെയും കണ്ട് രക്തബന്ധം മുന്നോട്ട് ഊട്ടിയുറപ്പിക്കാനുള്ളൊരു പോക്കാണിത്. മരുമകൻ കട്ടയ്ക്കൊപ്പം നിന്നതോടെ കടുത്ത പനിയെ കുളിപ്പിച്ച് ഒരിടത്ത് ഒതുക്കിയിരുത്തിയ ശേഷം ഞാനും മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അനിയത്തിയും ഒപ്പമെത്തി. വൈക്കപ്പറയാറാണ് അമ്മയുടെ അമ്മാവൻ്റെ വീട്. ഞങ്ങൾ തവണക്കടവിലെത്തുമ്പോൾ വൈക്കത്ത് നിന്ന് ജങ്കാർ മെല്ലെ തവണക്കടവിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഒരമ്മാവൻ്റെ മരുമകളുടെ മരണാനന്തര ചടങ്ങുകളിലും ഞങ്ങൾക്ക് പങ്കുകൊള്ളണമായിരുന്നു. ജങ്കാർ കരയ്ക്കടുത്ത് വാഹനങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ്. അതിനുള്ളിൽ യാത്രക്കാരുമുണ്ട്. വാഹനങ്ങളുടെ ട്രാൻസ്പോർട്ടിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ ജങ്കാറുകൾ. വാഹനങ്ങൾ എളുപ്പത്തിൽ കയറ്റാനും ഇറക്കാനുമായി ഇവയിൽ സ്ലോപ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. വാഹനത്തിൻ്റെ വലുപ്പം, ദൂരം, സമയം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യാത്രയുടെ ഫീസ് നിശ്ചയിക്കുന്നത്. ലോറി പോലെ നല്ല വെയിറ്റുള്ള വാഹനങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ജങ്കാർ വെള്ളത്തിൽ നിന്ന് നന്നായി ഉയർന്നു പൊങ്ങുന്നത് കാണാം. കേരളത്തിൽ ജലഗതാഗതത്തിന് ജങ്കാർ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. തവണക്കടവിലെ ബോട്ട് ജെട്ടിയാണിത്. വൈക്കത്തുള്ള അപ്പച്ചിയുടെ വീട്ടിൽ പോകാനും വൈക്കത്തഷ്ടമി കാണാനും കോളേജിൽ ഒപ്പം പഠിച്ച കൂട്ടുകാരികളെ കാണാനുമൊക്കെയാണ് വല്ലപ്പോഴുമൊക്കെ ഈ വഴി വരാറ്. വിവാഹശേഷം വളരെ വിരളമായിട്ടേ ഈ വഴി വന്നിട്ടുള്ളൂ. വൈക്കത്തേക്ക് ഞങ്ങളുമായി തിരികെ ജങ്കാർ പുറപ്പെടുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വൈക്കം കായലിലെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട്. വൈക്കം കായലിനെ കുറിച്ച് എന്തോരം പാട്ടുകളാണുള്ളത്. ഈ റെഡ് നിറത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നത് ഇതൊരു ദേശീയ ജലപാതയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. കൂടാതെ ഇതിനിപ്പുറത്തേക്ക് മറ്റു വാഹനങ്ങൾ വരാൻ പാടില്ല. മത്സ്യബന്ധനത്തിനായി മോട്ടോർ ഘടിപ്പിച്ച വള്ളങ്ങൾ പാഞ്ഞു പോകുന്നു. വൈക്കത്തു നിന്നും യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ബോട്ട് സർവീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജങ്കാർ വരുന്നതിന് മുമ്പ് ബോട്ട് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അമ്മാവൻ്റെ മകൻ പവനൻ മാമൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ പവനൻ മാമനെയും ഗീതാൻ്റെയും മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. ഇത് വിഷ്ണു, പവനൻ മാമൻ്റെ മോനാണ്. അടുത്തിരിക്കുന്നത് ഉദയപ്പൻ മാമനും, ഇത് പവനൻ മാമനും. വിഷ്ണുവിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. വിഷ്ണു ഞങ്ങളെയും. സത്യത്തിൽ നാണക്കേട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. വിഷ്ണുവിനെ മാത്രമല്ല, വിഷ്ണുവിൻ്റെ കുട്ടികളെയും കാണാൻ കഴിഞ്ഞു എന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. വിഷ്ണു മർച്ചൻ്റ് നേവിയിലാണ്. എല്ലാ ബന്ധുവീടുകളിലും പോയി. മരണം നടന്ന വീട്ടിലെ ബന്ധുക്കൾ ആരുടെയും വീഡിയോ ഞാൻ പകർത്തിയില്ല കേട്ടോ. ഇത് വിഷ്ണുവിൻ്റെ അമ്മയാണ്, ഗീതാൻ്റി. ഇവിടെ ഒരു ജാതിക്കാത്തോട്ടമുണ്ട്. ജാതിക്കാത്തോട്ടം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അത് ഓർമ്മ വരുന്നു. ആൻറ്റി എനിക്ക് കുറച്ച് ജാതിക്കായൊക്കെ ഇറുത്തു തന്നാണ് വിട്ടത്. മഴ പെയ്ത് ജാതിത്തോട്ടത്തിൽ പൂഴിവെള്ളം നിറഞ്ഞു കിടന്നതുകൊണ്ട് വീഴുമോയെന്ന ഭയം കാരണം ശരിക്കും വീഡിയോ എടുക്കാനേ കഴിഞ്ഞില്ല. ആൻറ്റി ഒരു ജാതിക്കയുടെ അകം വിടർത്തി കാണിക്കുകയാണ്. അതിലെ ജാതിപത്രിയും ജാതിക്കക്കുരുവുമൊക്കെ. ജാതിപത്രി ഉണക്കിയാണ് എടുക്കുന്നത്. മഴ കാരണം ജാതിക്ക പൊട്ടി വീണ് തൊണ്ടുൾപ്പെടെ ചീഞ്ഞു പോകുന്ന സാഹചര്യമാണ്. ജാതിപത്രിയും ജാതിക്കയുമൊക്കെ നല്ല വിലയുള്ളതാണ്. ജാതിക്കയുടെ തൊണ്ട് അച്ചാറിടാനും ജ്യൂസ് ഉണ്ടാക്കാനും വൈൻ തയ്യാറാക്കാനുമൊക്കെ ഉപയോഗിക്കുന്നു. തിരികെ ബൺ റോഡ് വഴിയാണ് വന്നത്. വരുന്ന വഴിയിൽ നാടൻ മുട്ടകളും ഉണക്കമീനുകളും വിൽക്കുന്ന ഒത്തിരി കടകൾ കണ്ടു. ഞങ്ങൾ കുറച്ച് നാടൻ മുട്ടകൾ വാങ്ങി. അങ്ങനെ തിരികെ വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.